എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ തേർഡ് മൊഡ്യൂൾ പൂർണ്ണമായിട്ടും അവസാനിച്ചതിന് ശേഷമാണ് നിർത്തിയത്. ഇനി നമ്മൾ പുതിയ മൊഡ്യൂളിലേക്കാണ് കിടക്കുന്നത്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. ഐ തിങ്ക് ഒരു 5 ക്ലാസ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. പക്ഷേ അതിൻ്റെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്കുകളിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും സാധിക്കില്ല. അതും കൂടി ഞാൻ നിങ്ങളെ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആദ്യമേ തന്നെ ബ്രിട്ടൻ ആൻഡ് ദ വേൾഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ച്, അതായത് ഒരു 1980-കൾക്ക് ശേഷമുള്ള ബ്രിട്ടനും അതുമായിട്ട് സംബന്ധിച്ചുള്ള ലോകത്തെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവർ പുതിയൊരു രാജ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. കാരണം സ്വന്തം നിലയ്ക്ക് ഉയർന്നു വരേണ്ട ഒരു അവസ്ഥ എല്ലാ രാജ്യങ്ങൾക്കും നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെ അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമ്മളിനി ഉള്ള ഭാഗത്ത് കാണാനായിട്ട് പോകുന്നത്. ബ്രിട്ടൻ ആൻഡ് ദ വേൾഡ്. The 20th century was dominated by a chain of events that heralded significant changes in the world history as a redefine the era. The two world wars, rise of nationalism, decolonialization and growth of population were some of the important developments that produced far-reaching impact upon Britain and her colonies. അപ്പോൾ 1950-കൾക്ക് ശേഷം കൂട്ടിയാൽ മതി. 20th century എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. കാരണം 1945-ലാണ് സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു ലോകത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. കാരണം അവിടെയാണ് ഒരു ഫാർ റീച്ചിങ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫാർ റീച്ചിങ് എന്താ പറയുക ഇമ്പാക്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ നടപ്പിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ദ റൈസ് ഓഫ് നാഷണലിസം strengthened the anti-colonial movement in the overseas colonies of Britain. Though national movement was started in the last quarter of the 19th century, it received great momentum at the beginning of the 20th century. Immediately after the close of the First World War, British Empire began to show signs of breakdown. The process of decolonization was almost complete by the middle of the century. അപ്പോൾ 1950 ശേഷം പൂർണ്ണമായിട്ടുള്ള ഡീകോളനൈസേഷൻ, എല്ലാ കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഇൻഡിപെൻഡൻ്റ് രാജ്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നു. പിന്നെ അവരെ കോളനി എന്ന് അഭിസംബോധന ചെയ്യില്ല, ആസ് എ റിപ്പബ്ലിക്, ആസ് എ ഇൻഡിപെൻഡൻറ്റ് കൺട്രി. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ദേശീയത, അവരുടേതായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ സെറ്റപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ രാജ്യത്തിനും ഓരോ കോൺസെപ്റ്റും ഉണ്ടായിരിക്കും. വെൽഫെയർ കോൺസെപ്റ്റ് ആയിരിക്കാം, ലേസസ് ഫെയർ കോൺസെപ്റ്റ് ആയിരിക്കാം, ക്യാപിറ്റലിസം ആയിരിക്കാം, മിക്സഡ് ഇക്കോണമി ആയിരിക്കാം, കമ്മ്യൂണിസ്റ്റ് ഇക്കോണമി ആയിരിക്കാം. ഏത് തരം വേണമെന്ന് അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് ലഭിക്കുകയാണ്. ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഫൗണ്ടേഷൻ ആൻഡ് ഇറ്റ്സ് ഹിസ്റ്ററി. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ് കോമൺവെൽത്ത് നേഷൻസ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കോമൺവെൽത്ത് ഉച്ചകോടി, അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ്. 2017 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ അന്നത്തെ കായിക മന്ത്രിയായിരുന്ന കപിൽ സിബൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഏകദേശം 2700 കോടി രൂപയുടെ അഴിമതിയാണ് അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൻ്റെ പേരിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ മുൻപിൽ നാണം കെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അതൊരു ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ആണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ കീഴിൽ ബ്രിട്ടനോട് കോളനി ആയിട്ടിരുന്ന എല്ലാ രാജ്യങ്ങളും കൂടിച്ചേർന്ന് അതത് രാജ്യങ്ങളുടെയും ബ്രിട്ടൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി, അതായത് കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഇന്ത്യ കോമൺവെൽത്ത് നേഷൻസിൽ അംഗമാണ്, ശ്രീലങ്ക
കോമൺവെൽത്ത് നേഷൻസിൽ അംഗമാണ്. ബ്രിട്ടൻ കോളനിയാക്കി വെച്ചിരുന്ന രാജ്യങ്ങളും ബ്രിട്ടനും കോമൺവെൽത്തിൽ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഒക്കെ സമഗ്രമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ക്രൈസിസ് വന്നാൽ ഇന്ത്യയെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങളൊക്കെ മുന്നിട്ട് വരുന്നു. ഇപ്പോൾ സുനാമി ഉണ്ടാവുന്നു, ചില രാജ്യങ്ങൾ അത് എഫക്റ്റ് ചെയ്യുന്നു, ചിലരെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എഫക്റ്റ് ചെയ്ത രാജ്യങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു റീബിൽഡിങ് ദ നേഷൻ എന്നുള്ള കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഇതിൽ അംഗങ്ങളായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന കോമൺവെൽത്ത് എന്ന സംഘടനയ്ക്ക് അവർ രൂപം കൊടുത്തിരിക്കുന്നത്. The Commonwealth of Nations, generally known as the Commonwealth, is a political association of 54 members, 54 states, nearly all former territories of the British Empire. In 1509, Queen Elizabeth II pointed out that the Confederation of Canada on 1st July 1607 had been the birth of the first independent country within the British Empire. 1867 ആദ്യമായിട്ട് കാനഡയാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ബ്രിട്ടന്റെ കീഴിൽ നിലനിൽക്കുന്ന സ്വതന്ത്ര രാജ്യമായിട്ട് മുന്നോട്ട് വരുന്നു. She declared that it also marked the beginning of that free association of independent states which is now known as the Commonwealth of Nations. പക്ഷെ ബ്രിട്ടന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. സ്വതന്ത്ര രാജ്യമാണ് കാനഡ, എന്നിട്ടും ബ്രിട്ടനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. ഇതാണ് ആദ്യത്തെ കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്ന സംഘടനയുടെ തുടക്കത്തിന് കാരണമായിട്ടുള്ള സംവിധാനം. In 1884, Lord Rosebery, while visiting Australia, had described the changing British Empire as some of its colonies became more independent. As a Commonwealth of Nations, from the year 1887, there was a practice of periodical conferences of British and colonial empire ministers. It led to the creation of Imperial Conference on 1911. It was from these imperial conferences that the Commonwealth nations developed. A specific proposal was presented by John Smuts, a South African statesman and military leader, in 1917, when he coined the term the British Commonwealth of Nations and envisaged the future constitutional relations and readjustment in essence at the Paris Peace Conference of 1990. അപ്പോൾ 1887 മുതലേ ഈ കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന രീതിയിലല്ല. ഇന്ന് ശരിക്കും കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ അധീനതയിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട രാജ്യങ്ങൾ അവരുടെയും ബ്രിട്ടന്റെയും ഡെവലപ്മെന്റിന് വേണ്ടി ഒത്തൊരുമിക്കുന്ന സംഘടനയുടെ പേരാണ് കോമൺവെൽത്ത് നേഷൻസ് എന്നറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെ ബ്രിട്ടന്റെ കീഴിൽ തന്നെ നിൽക്കുന്ന കോളനികളായിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര പദവിയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിനെയും കോമൺവെൽത്ത് നേഷൻസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. 1911 അതുകൊണ്ടാണ് ആഫ്രിക്കൻ മിലിറ്ററി ലീഡർ ആയിരുന്ന ജാൻ സ്മട്സ് പറയുന്നത് ഇങ്ങനെ ഒരു കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്ന കൂട്ടായ്മ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? പരസ്പര സഹകരണം എന്ന് പറയുന്ന ഒരു എസൻസ് നിലനിർത്തിക്കൊണ്ട് എല്ലാവരും സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ടാണ് 1919 പീസ് കോൺഫറൻസിൽ ഇത് വളരെ കൃത്യമായിട്ട് ഈ ഒരു വാക്ക് ഉപയോഗപ്പെടുത്തുന്നത്, ബ്രിട്ടൻ ആൻഡ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. കോമൺവെൽത്ത് എന്താ? എല്ലാവരുടെയും ഉന്നമനം, എല്ലാവരുടെയും നന്മ, അതാണ് കോമൺവെൽത്ത്. അപ്പോൾ ആ ഒരു ആശയം ആദ്യമായിട്ട് അന്നാണ് മുന്നോട്ട് വെക്കുന്നത്. The term British Commonwealth was first received imperial statutory recognition in the Anglo-Irish Treaty of 1911, when the term British Commonwealth of Nations was substituted for British Empire in the wordings of the oath taken by the members of Parliament of the British Irish Free State. The Irish Constitution of 1922 described the Irish Free State as a co-equal member of the community of nations forming the British Commonwealth of Nations. The Balfour Declaration, issued
in the Imperial Conference of 1926 was the next stage in the formation of Commonwealth. It declared the United Kingdom and the domains to be autonomous community within the British Empire, equal in status, united by a common allegiance to the crown, and freely associated as member of the British Commonwealth of Nations. In following years, High Commissioners were gradually appointed, whose duties were soon recognized to be virtually identical to those of an ambassador. The first such British High Commissioner was appointed to Ottawa in 1928. The Balfour Declaration accepted the growing political and diplomatic independence of the domains in the years after World War I. The conclusion of the Imperial Premiers' Conference of 1926 were restated by the 1930s Conference and incorporated in Statute of Westminster of December 1931. By the statute, the British Parliament renounced any legislative authority over domain affairs except as specially provided in law. ഇവിടെ കൃത്യമായിട്ട് പറയാണ് കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്ന ഒരു ആശയം ഈ രാജ്യങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള മാക്സിമം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1928 ഇത്തരത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അധികാരമുള്ള രാജ്യങ്ങളിൽ ഹൈ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ അംബാസഡർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഹൈ കമ്മീഷണറും. അയാൾ അതത് രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അത് ഇവിടെ ചർച്ചയ്ക്ക് വെക്കുകയും ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ പറയുന്ന കോമൺ വെൽത്ത് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാലക്രമത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ബാൽഫോർ ഡിക്ലറേഷൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു യൂണിയൻ വേണമെന്നുള്ള ആവശ്യം ബ്രിട്ടനും മറ്റ് രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് പോയാൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം, അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കാനായിട്ട് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വേണമെന്നുള്ളത് അവർ ആദ്യമേ തന്നെ കണ്ടുവച്ചിരിക്കുകയാണ്. After the end of Second World War, the British Empire was gradually disbanded. Most of its colonies had become independent countries, whether Commonwealth realm or republic, and members of the Commonwealth. In April 1949, the Commonwealth Prime Minister Conference issued London Declaration, by which the word British was dropped from the title of the Commonwealth to reflect its changing nature. അപ്പോൾ 1945 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും തന്നെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ തുടങ്ങി. 1950 കൂടിയിട്ട് ഒട്ടുമിക്കവാറും രാജ്യങ്ങൾക്കൊക്കെ കിട്ടി. വളരെ ചെറിയ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് 1960, 70, 80 കാലഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം മെജോറിറ്റിക്കും സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് അവരൊക്കെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങി. കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയം നല്ലതാണ്. കാരണം കുറച്ച് നാളത്തേക്കെങ്കിലും ഈ ഒരു സഹകരണത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാകൂ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ അവർ ലണ്ടൻ ഡിക്ലറേഷൻ എന്ന് പറയുന്ന കോൺഫറൻസിൽ വെച്ചിട്ട് അവർ ആവശ്യപ്പെട്ടു. ഇറ്റ് വാസ് ടു അക്കോമഡേറ്റ് even the republics like India and Pakistan into the Commonwealth community. The London Declaration is often seen as marking the beginning of the modern Commonwealth. അപ്പോൾ ഈ ലണ്ടൻ ഡിക്ലറേഷൻ ആണ് ഇന്ന് കാണുന്ന കോമൺവെൽത്തിൻ്റെ രൂപവൽക്കരണത്തിന് സാധ്യമാക്കിയത്. മറ്റേത് സ്വതന്ത്ര പദവിയുള്ള എന്ന ബ്രിട്ടൻ്റെ കീഴിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അവർക്കാണ് ഇതിൽ അംഗത്വം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം കോമൺവെൽത്തിൻ്റെ ഭാഗമാവണമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളാണ്. അപ്പോൾ അവരൊരു മാറ്റം, മോഡിഫിക്കേഷൻ വരുത്തി സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾക്കും ഇതിലേക്ക് അംഗത്വം എടുക്കാം. ആ ഒരു ക്ലോസ് കൂടി ആഡ് ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ഇന്ന് കോമൺവെൽത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത്. അണ്ടർ ദി ഫോർമുല ഓഫ് ദി ലണ്ടൻ ഡിക്ലറേഷൻ, Queen Elizabeth II is the head of the Commonwealth.
in 1948, the Irish Free State left the Commonwealth. Burma also quit in 1948 when it became a republic. South Africa quit the Commonwealth in 1961 but rejoined in 1994. ബർമ്മ വിട്ടുപോയതിൻ്റെ കാരണം ബർമ്മ ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക് രാജ്യമായി, അതുകൊണ്ടാണ് ബർമ്മ വിട്ടുനിന്നത്. അതുപോലെ തന്നെ അയർലൻഡ് വിട്ടുന്നതിൻ്റെ കാരണം അയർലൻഡ് എന്നും ഇംഗ്ലണ്ടിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അയർലൻഡിന് വിട്ടു നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കുറേ നാളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയർലൻഡ് വിട്ടു നിൽക്കാനായിട്ട് കാരണമായത്. പാകിസ്ഥാൻ withdrew in 1972 and returned in 1989. Now almost all former British colonies are members in the Commonwealth and freely cooperating in the pursuit of peace, liberty and progress. 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് കോമൺവെൽത്തിലുള്ള രാജ്യങ്ങളുടെ സമാധാനം നിലനിർത്തുന്നതിന്, രണ്ടാമത്തേത് സ്വാതന്ത്ര്യം ലിബർട്ടി നിലനിർത്തുന്നതിന്, 3 ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാക്കുന്നതിന്. ദ മെയിൻ ഡിസിഷൻ മേക്കിംഗ് ഫോറം ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് biennial Commonwealth heads of the government meeting, where Commonwealth heads of government assembled for several days to discuss the matters of mutual interest. These are also regular meeting of finance ministers, law ministers and health ministers. അപ്പോൾ എല്ലാ വർഷവും ഇവർ മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിൽ ഹെൽത്ത് മിനിസ്റ്റേഴ്സ്, ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ലോ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു ചേർക്കും. എന്നിട്ട് അവരുടെ കൂട്ടായ്മ തീരുമാനിക്കും കോമൺവെൽത്ത് നേഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് അവർ തീരുമാനിക്കും. ദ ഹെഡ് ഓഫ് ഗവൺമെൻറ് ഹോസ്റ്റിംഗ് CHOGM ഈസ് കോൾഡ് കോമൺവെൽത്ത് ചെയർപേഴ്സൺ ഇൻ ഓഫീസ് and retains the position until the following CHOGM. CHOGM എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ മീറ്റിംഗ് ആണ്. ഈ പറയുന്ന കോമൺവെൽത്തിൻ്റെ മീറ്റിംഗ് ആണ്. അത് ആരാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അവരാണ് അതിൻ്റെ ചെയർപേഴ്സൺ ഇൻ ഓഫീസ്. അതിനുശേഷം അടുത്ത മീറ്റിങ്ങിൽ അത് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. ദ സെക്രട്ടറി ഓഫ് കോമൺവെൽത്ത് റിലേഷൻസ് ഇൻ ലണ്ടൻ ലുക്സ് ആഫ്റ്റർ ദി ഓർഗനൈസേഷണൽ മാറ്റേഴ്സ്. The chief institution of the organization are the Commonwealth Secretariat. ഏറ്റവും വലിയ ഇതിൻ്റെ സംഘടന എന്ന് പറയുന്നത് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആണ്, which focuses on the intergovernmental aspects, and the Commonwealth Foundation, which focuses on non-governmental relation between the member state. ഒപ്പം തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷനിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റിനും അവർക്ക് വേണ്ട പ്രോഗ്രസ്സിനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനാണ് ഈ പറയുന്ന കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റും ഈ മീറ്റിങ്ങിലും പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നത്. അടുത്തത് ആസ്പെക്ട് ഓഫ് കണ്ടംപററി കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന അടുത്ത ഒരു വിഷയമായിരിക്കും. നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ആസ്പെക്ട് ഓഫ് കണ്ടംപററി കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. കാലഘട്ടത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഇവിടെ എന്ത് മാറ്റമാണ് പൊതുസമൂഹത്തിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. സൊസൈറ്റിയെ എങ്ങനെ കണക്കാക്കുന്നു, അല്ലെങ്കിൽ എന്താണ് കൾച്ചർ എന്നതിനെ കുറിച്ച് അവർ ഏത് രീതിയിലാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇനി അടുത്ത ടോപ്പിക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫാബ്രിക് ഓഫ് ദി വേൾഡ് അണ്ടർവെന്റ് remarkable changes after the Second World War. The post-war problems compelled all the nations to concentrate more on internal reforms and reconstruction activities. Among Britons, there was a general consciousness that the country's first post-war priority should be meeting the domestic need of its citizens and cities before anything else. All nations promoted studies and researches in medicine, agriculture and other social service sectors. അപ്പോൾ ഇവിടെ സൊസൈറ്റിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, കണ്ടംപററി സിസ്റ്റം തന്നെ മാറിപ്പോയി. പക്ഷേ ഇവിടെ നിൽക്കുന്നൊരു വലിയ
പ്രതിസന്ധി എന്താണെന്ന് അറിയും. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും പ്രതിസന്ധിയാണ്, പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെയും പ്രതിസന്ധിയാണ് ഒരു നേഷൻ റീബിൽഡ്. കാരണം ഉള്ള സിസ്റ്റമൊക്കെ തോടുപൊടിയായി, ഇനി ഒന്നേന്ന് തുടങ്ങണമെന്ന് പറയില്ലേ നമ്മൾ, ആ അവസ്ഥയിലാണ് രാജ്യം നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് 1, 2, 3 ഇങ്ങനെ കയറി പോകണമെങ്കിൽ ബ്രിട്ടൻ്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം അഗ്രികൾച്ചർ സെക്ടറാണ്. കാരണം എന്താ വെച്ചാൽ ഫുഡ് ഗ്രെയിൻസിൻ്റെ ഷോർട്ടേജാണ്. ഭക്ഷണം കഴിക്കാനല്ലേ ആദ്യം ഉണ്ടാവണ്ടേ. ഈ ഫുഡ് ഗ്രെയിൻസിന് ഇത്രയും ഷോർട്ടേജ് വന്നാൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നതിനെ കുറിച്ചിട്ട് ബ്രിട്ടൻ ഭയങ്കര കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നേതൃത്വം കൊടുത്ത മേഖല, അല്ലെങ്കിൽ ആദ്യം അവർ പ്രൊമോട്ട് ചെയ്ത മേഖല എഡ്യൂക്കേഷൻ സെക്ടറാണ്. രണ്ടാമത്തേത് അഗ്രികൾച്ചറാണ്. മൂന്നാമത്തേത് പബ്ലിക് സർവീസ് സെക്ടറാണ്. സൊസൈറ്റിക്ക് വേണ്ട മേഖലകളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആസ് എ റിസൾട്ട്, ദ വേൾഡ് ആസ് എ ഹോൾ made tremendous progress in various fields. Great Britain also contributed to the material well-being of modern man. Prosperity returned in the 1950s, reaching the middle class and to a large extent the working class across Britain. During the period, unemployment in Britain averaged only 2%. ആലോചിച്ച് നോക്കിയേ, എന്തൊരു വലിയ ഒരു മാറ്റമാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആസ് പ്രോസ്പെറിറ്റി റിട്ടേൺഡ് ആഫ്റ്റർ ദി വാർ, പീപ്പിൾ ബിക്കെയിം മോർ ഫാമിലി സെൻറ്റേഡ്. അപ്പോൾ 1945 മുതൽ 50 വരെയുള്ള 5 വർഷം കൊണ്ട് ബ്രിട്ടൻ നേടിയെടുത്ത് ചിന്തിക്കാൻ പറ്റാത്ത നേട്ടമല്ലേ. 2% ടോട്ടൽ പോപ്പുലേഷൻ്റെ ആട്ടോ പറയണേ. അൺഎംപ്ലോയിഡ് പേഴ്സൺസിൻ്റെ കണക്കെടുക്കുമ്പോൾ വെറും 2% അവർക്ക് ചുരുങ്ങാനായിട്ട് പറ്റി, വെറും 5 വർഷക്കാലം കൊണ്ട്. ഒപ്പം തന്നെ ജീവിതം എന്ന് പറയുന്നത് അത് സന്തോഷിക്കാൻ കൂടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവാണ് പുതിയത്. അതുവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, മറ്റുള്ളവരിൽ നിന്ന് അത് പിടിച്ചെടുക്കണം, ഇതിലാണ് സന്തോഷം കണ്ടെത്തിയിരുന്നത്. പക്ഷെ ഇംഗ്ലണ്ടിലെ ജനങ്ങളും ലോകം മുഴുവനും തിരിച്ചറിഞ്ഞു ഇതൊന്നും യഥാർത്ഥ സന്തോഷമല്ല. നമുക്കുള്ളത് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. പലപ്പോഴും പല കഥകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പല ഉപദേശങ്ങളുടെയൊക്കെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോഴൊക്കെ വാട്സപ്പ് മെസ്സേജുകൾ പോലെയൊക്കെ വരാറുണ്ട്. ശരിക്കും വായിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ടൊക്കെ തോന്നും. ഒരാൾ മരിച്ചു, സ്വർഗത്തിലേക്ക് പോയി, അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിക്കൽ അയാൾ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്തു. അദ്ദേഹം നരകത്തിലേക്ക് പോയി. നരകത്തിലേക്ക് പോകാൻ നേരത്തെ അദ്ദേഹം എന്താണ് ഞാൻ നരകത്തിൽ പോകാൻ കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അയാളെ സ്വർഗത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. ചെന്നപ്പോൾ സ്വർഗത്തിലൊന്നുമില്ല. അപ്പോൾ അയാൾ ദൈവത്തിനോട് പരാതി പറയാണ്, ഇതെന്തൊരു സ്വർഗ്ഗമാണിത്, ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് പരാതി പറയുമ്പോൾ അയാളുടെ ദൈവം തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്, നിനക്ക് ഞാൻ ജീവിക്കാൻ അനുമതി നൽകുമ്പോൾ നല്ല മാതാപിതാക്കളെ തന്നു, നിന്നെ ഞാൻ നല്ല രീതിയിൽ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിറക്കി, മനുഷ്യനായിട്ട് ഇറക്കി, നിനക്ക് കാണാനും കണ്ടാസ്വദിക്കാനും വേണ്ട പ്രകൃതി ഭംഗിയൊക്കെ ഞാൻ നിനക്ക് തന്നു, നല്ലൊരു ജീവിത പങ്കാളിയെ തന്നു, നല്ല മക്കളെ തന്നു. ഇതൊന്നും കണ്ട് എൻജോയ് ചെയ്യാതെ നീ ഇവിടെ നല്ലത് കുറേ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. ജീവിതത്തിൻ്റെ ഓരോ അണുവും എൻജോയ് ചെയ്യണമെന്ന് പറയുന്നൊരു മെസ്സേജ്, പക്ഷെ ഒരു പരിധിവരെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു മെസ്സേജുമാണ്. ഇതിലൂടെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലായി ഇവിടെ ജീവിക്കുന്ന ജീവിതം മര്യാദയ്ക്ക് ജീവിച്ച് തീർക്കുക. സോ അതുകൊണ്ട് ഫാമിലിക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, പ്രൈമറി പ്രയോറിറ്റി. എല്ലാവരും ഫാമിലി ഓറിയൻറ്റഡ് ആവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് വലിയൊരു മാറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ലണ്ടൻ റിമൈൻഡ് എ വേൾഡ് സെൻറ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് കൾച്ചർ. ലണ്ടൻ വളരെ പ്രോസ്പെറസ് ആവാനായിട്ട് കാരണമായി. 5 വർഷം കൊണ്ടാട്ടോ. 45 അൺഎംപ്ലോയ്മെൻ്റ് അതിൻ്റെ പീക്കിലെത്തി നിൽക്കുകയാണ്. ഇനി മുകളിലോട്ട് പോകാനില്ല, അത്രയും വരെ എത്തി നിൽക്കുകയാണ്. ആ രാജ്യമാണ് 2% താഴ്ന്നു.
ലണ്ടൻ കംപ്ലീറ്റ് ആയിട്ട് നശിച്ച അവസ്ഥയിലായിരുന്നു. അതിനെ റീബിൽഡ് ചെയ്ത് ഇപ്പോൾ ഫിനാൻസിൻ്റെയും കൾച്ചറിൻ്റെയൊക്കെ ഒരു സെൻറ്ററാക്കി മാറ്റാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതാണ്. ബട്ട് ദ നേഷൻ വാസ് നോ ലോങ്കർ എ സൂപ്പർ പവർ. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ലോകത്തിന് മുൻപിൽ ഒരു വലിയ ശക്തിയായി സൂപ്പർ പവർ ആയിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. ഒരു തരക്കേടില്ലാതെ നിലനിന്ന് പോകുന്ന ഒരു രാജ്യം, അത്രേ ഇപ്പോഴും ഇംഗ്ലണ്ടിൻ്റെ പൊസിഷൻ ആയിട്ടുള്ളൂ. ദ ഷോക്ക് ഓഫ് ദി സ്വിസ് ക്രൈസിസ് of 1956 made clear that Britain had lost its role as a superpower. 1956 സ്വിസ് കനാലിനെ സംബന്ധിച്ചുണ്ടായ തർക്കം പൂർണ്ണമായിട്ടും ബ്രിട്ടന് മനസ്സിലായി, നമ്മളല്ല ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, കാര്യങ്ങൾ തീരുമാനിക്കുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഉദ്ദേശിച്ചത് അമേരിക്കേനെ തന്നെയാണ്, അവരാണ് അതിൽ കൃത്യമായിട്ടുള്ള റോള് വഹിച്ചിട്ടുള്ളത്. ഇൻ ഫോറിൻ പോളിസി the UK promoted the Commonwealth and Atlantic Alliance. In domestic policy, a post-war consciousness saw the leadership of Labour and Conservative Party largely agreed Keynesian policies with support for trade unions, business regulations of business, nationalization of many older industries. കെയ്ൻസ് ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല? അല്ല, ഓക്കെ. കെയ്ൻസിനെ നിങ്ങൾ പരിചയപ്പെടും. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ ലോകത്തെ സ്വാധീനിച്ച ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ കെയ്നീഷ്യൻ സ്റ്റൈലിലാണ് ബ്രിട്ടൻ ഒരു ഇൻട്രൊഡക്ഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബ്രിട്ടൻ ഇവിടെ ശ്രമിക്കുന്നത് പൂർണ്ണമായിട്ടും നമുക്കൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. ആ തിരിച്ചുവരവിന് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ബ്രിട്ടൻ്റെ മുൻപിലേക്ക് വന്ന കുറച്ച് കാര്യങ്ങളാണ്. മെയിനായിട്ടും ട്രേഡ് യൂണിയൻസിന് അനുമതി കൊടുക്കണം. കാരണം തൊഴിലാളികളുടെ സംഘടിതമായിട്ടുള്ള ശക്തിയാണ് ഒരു രാജ്യത്തെ പ്രൊഡക്ഷൻ, GDP എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തമായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ അളവിനെയാണ് GDP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ GDP ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിൽ ഒരു ഇൻഡിക്കേറ്റർ GDP ആണ്. അപ്പോൾ ഈ GDPയെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ തൊഴിലാളികളുടെ കൂട്ടായ പരിശ്രമം വേണമെന്നുള്ള തിരിച്ചറിവ് ട്രേഡ് യൂണിയൻസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കാരണമായി. ദെൻ ബിസിനസ് റെഗുലേഷൻ. ബിസിനസ്സുകാരെങ്ങനെ അയച്ചു വിട്ടിട്ട് കാര്യമൊന്നുമില്ല. അവർ പോയിട്ട് അവരുടെ മാത്രം ഡെവലപ്മെൻറ്റ് നേടിയെടുത്തുകൊണ്ടും കാര്യമില്ല, രാജ്യത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണം അവരെ കൊണ്ട്. സോ ബിസിനസ്സുകാരെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ പോളിസികൾ അവർ മാറ്റാനായിട്ട് തുടങ്ങി. ദെൻ ഓൾഡർ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്ന ഈ മൈൻസ് ആയാലും ടെക്സ്റ്റൈൽസ് ആയാലും അങ്ങനെ വലിയ ബൃഹത് സംരംഭങ്ങളൊക്കെ തന്നെ നാഷണലൈസ്ഡ് ആക്കാൻ തുടങ്ങി. രാജ്യത്തിൻ്റെ മൊത്തം ഓണർഷിപ്പിൽ പ്രൈവറ്റ് എൻ്റർപ്രൈസ് അവിടെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. ബട്ട് ഇൻ 1970s saw slow economic growth, rising unemployment and escalating labor strife. Deindustrialization or the loss of heavy industry, especially coal mining, shipbuilding and manufacturing grew worse after 1970s as the British economy shifted to services. Conservative Prime Minister Margaret Thatcher rejected the post-war consensus in the 1980s, privatized most state-owned industries, and worked to weaken the power and influence of the trade union. 1950 മുതൽ 1970 വരെ പൂർണ്ണമായിട്ടും ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേബർ പാർട്ടിയുടെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും അധികാരത്തിന് കീഴിൽ നിന്നിരുന്ന ഗവൺമെൻറ് തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാം നേഷൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ഒരു പ്രവർത്തനം, അഡ്മിനിസ്ട്രേഷൻ, അത് ട്രേഡിലായാലും ബിസിനസ്സിലായാലും പൊളിറ്റിക്സിലായാലും എല്ലായിടത്തും ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഭരണം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ 1970s ആയപ്പോഴേക്കും അത് വലിയ തിരിച്ചടി നേരിട്ടു. കാരണം
ലേബേഴ്സിന്റെ മാത്രം കൈകളിലേക്ക് ഭരണം ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ പുതിയൊരു ഫിനാൻസ് വരണ്ടേ, പുതിയൊരു ക്യാപിറ്റൽ എന്റർപ്രൈസ് ചെയ്യണ്ടേ? അതിനുള്ള സാധ്യത ഇവിടെ ഇല്ലാണ്ടായി തുടങ്ങി. അപ്പോഴാണ് മാർഗരറ്റ് താച്ചർ ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അധികാരത്തിൽ വരുന്നത്. ആള് 1979 അധികാരമേൽക്കുന്നത്. ആ വർഷം തന്നെ അദ്ദേഹം പുതിയൊരു പോളിസി പ്രഖ്യാപിച്ചു, പ്രൈവറ്റൈസേഷൻ വേണം. ഇൻഡിവിജ്വൽസ് കടന്നു വരട്ടെ, അവരുടെ ക്യാപിറ്റല് അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, എങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ് ഗവൺമെന്റിന്റെ കീഴിൽ മാത്രമായിട്ട് നിലനിന്നിരുന്ന ചില മേഖലകളെ പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. കോൾ ഇൻഡസ്ട്രി, ഷിപ്പ് ബിൽഡിംഗ് പ്രൈവറ്റ് കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. അപ്പോഴാണ് വീണ്ടും പണം ഇക്കോണമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റൽ വന്നാലല്ലേ അത് ഇൻക്രീസ് ചെയ്യുള്ളൂ. ഇത് പൈസ എത്ര ഇറക്കുന്നു അതിനെ മൾട്ടിപ്ലൈ ചെയ്യലാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന് ഇനി ഇറക്കാൻ പൈസ ഇല്ലാണ്ടായപ്പോൾ പ്രൈവറ്റ് എന്റർപ്രൈസിനോട് പൈസ ഇറക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലിബറലൈസേഷൻ പോളിസി ഇന്ത്യ 1991 നടപ്പിലാക്കിയതാ. ഇംഗ്ലണ്ട് 1980 നടപ്പിലാക്കി തുടങ്ങി. അതുകൊണ്ടാണ് ഇംഗ്ലണ്ട് എത്ര വേഗം ഡെവലപ്പ് ചെയ്ത് പോയത്. പിന്നെ ക്യാപിറ്റലിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. നമ്മൾ മിക്സഡ് ഇക്കോണമി എന്നൊരാശയം മുറുകെ പിടിച്ചിരുന്നു. അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ല നമ്മുടെ ടോപ്പിക്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസിന്റെ പ്രവർത്തനം അല്പം ഒന്ന് മിതപ്പെടുത്തി. കാരണം തൊട്ടേനും പിടിച്ചവരും ഒക്കെ ട്രേഡ് യൂണിയൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവരല്പം ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. The post-war period witnessed a dramatic rise in the average standard of living, with a 40% rise in an average real wage from 1950s to 65. There was a marked improvement in the wages and living standard of the working class, both skilled and unskilled. ഈ ട്രേഡ് യൂണിയൻസിനും ലേബേഴ്സിനും ഇത്രയധികം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ 1950 to 65 വരെയുള്ള കാലഘട്ടം 15 വർഷം കൊണ്ട് ലേബേഴ്സിന്റെ ജീവിത രീതി തന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അത് മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്. ലേബേഴ്സ് അത്ര നല്ല അവസ്ഥയിലൊന്നും ജീവിക്കേണ്ട കാര്യമില്ല എന്നല്ല പറയുന്നത്. പക്ഷെ മുതലാളിക്ക് പുതിയൊരു ഇൻവെസ്റ്റ്മെന്റിന് സാധ്യതയില്ലാത്ത രീതിയിലേക്ക് തൊഴിലാളികളുടെ അവകാശങ്ങൾ കൂടി വരാനായിട്ട് തുടങ്ങി. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിക്കണ്ടെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറി ചിന്തിക്കാൻ ഇംഗ്ലണ്ടിലെ ചില ആൾക്കാർ തയ്യാറായി. കാരണം നമ്മൾ പൈസ മുടക്കുക, നമ്മൾ വെച്ച തൊഴിലാളികൾ നമ്മളെ ഭരിക്കുക, എന്തിനാണ് ഈ പൈസ മുടക്കുന്നത്? അങ്ങനെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു യൂ ടേൺ എടുക്കാനായിട്ട് ചിലർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയത്. ദ സിസ്റ്റം ഓഫ് ഫുഡ് റേഷൻ was ended in 1954. Majority of people began to think in terms of luxuries and entertainment. ഗവൺമെന്റ് ഫ്രീ ആയിട്ട് റേഷനൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കിട്ടുന്ന പൈസ മുഴുവൻ ഏറ്റവും ലക്ഷൂറിയസ് ലൈഫിനും ഇനി എന്തൊക്കെ എൻ്റർടൈൻമെൻ്റൽ ആക്ടിവിറ്റീസ് വേണമെന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. കാരണം എല്ലാം ഗവൺമെന്റ് തരുന്നുണ്ട്, എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ അത് മാക്സിമം മിസ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. Leisure activity became more accessible to more people. Holiday camps, which had first opened in 1930s, became popular holiday destinations in the 1950s, and people increasingly had the ability to pursue personal hobbies. സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവുക, വെക്കേഷനായ ടൂർ പോവുക, അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഹോബികൾ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ നേരം പോക്കുകളെയാണ് ഹോബീസ് എന്ന് വിളിക്കുക. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെയല്ല ഹോബി എന്ന് പറയേണ്ടത്. ഇപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ഒരു ഹോബിയാണ്. എനിക്ക് എക്സ്ട്രാ ടൈം ഉള്ളത് കൊണ്ട് ഞാൻ ആ സമയം എനിക്ക് ക്രിയേറ്റീവ് എന്ന് തോന്നുന്നത് സ്റ്റാമ്പ് കളക്ഷൻ ഉപയോഗിക്കുന്നു. അത് ഞാൻ ഡെയിലി സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ തണ്ടി നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഹോബി എന്ന് വെച്ചാൽ സ്ഥിരമല്ല, നമ്മളുടെ നേരം പോക്കുകളെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി നീക്കി വെക്കുന്നു, അതാണ് നമ്മുടെ ഹോബി. ചിലർ പറയും വായനയാണ് എൻ്റെ ഹോബി. കാരണം അയാൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ വായിക്കാനാണ് സമയം കണ്ടെത്തുന്നത്. ഇന്ന് എല്ലാ ഹോബീസും നിന്നു, ഇന്നൊരൊറ്റ ഹോബിയുള്ളൂ. അത് ഹോബിയാണ്, ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമാണ്. തോണ്ട, ഇതാണ് ഇപ്പോഴത്തെ ഹോബി.
ഞാൻ നിങ്ങളെ കുറ്റം പറയാല്ല കേട്ടോ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങി. ലോകം വലിയ വിശാലമാണെന്നൊക്കെ പറയുമ്പോൾ പറയാൻ തന്നെ കൊള്ളുന്നുള്ളൂ. ഇന്ന് 6.5 6.7 ഇഞ്ചുള്ള ഒരു സ്ക്രീനിലേക്ക് ലോകം ഒതുങ്ങി. ലോകം വലുതാവുകയല്ല ചെയ്തത്, ചെറുതാവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല കേട്ടോ. വൈഡായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്ത് പോകേണ്ടി വരും. നമ്മളിവിടെ പറയുകയാണെങ്കിൽ മനുഷ്യൻ പുതിയ പുതിയ ലക്ഷറീസ് കണ്ടെത്തുകയാണ്. ഇന്നിപ്പോൾ ഒരു സാധാരണക്കാരൻ പോലും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് എടുത്തോളൂ, ഈ 2020 2019 വരെ ഏതൊരു സാധാരണക്കാരനും ക്രിസ്മസ് ആയാൽ ഒരു ചെറിയ ഔട്ടിങ് അത് നമുക്ക് നിർബന്ധമാണ്. കാരണം നമുക്ക് കിട്ടുന്ന ലെഷർ ടൈമാണ്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്, നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് അത് ഉപയോഗപ്പെടുത്തുകയാണ്. അത് മോശമായിട്ട് പറയല്ല, പക്ഷേ തൊഴിലാളികൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ മിസ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. By 1983, 94% of all households had a refrigerator, 81% have a color television, 80% washing machine, 57% a deep freezer. Which means അവരുടെ സ്റ്റാൻഡേർഡ് ഉയർന്നതാണ് പറയുന്നത്. 94% വീട്ടിലും റെഫ്രിജറേറ്റർ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. 81% ആൾക്കാരും ടെലിവിഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് എത്രത്തോളം ഹൈ ആയി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ സ്ലോലി ഇംപ്രൂവ്ഡ്. ബ്രിട്ടൻ മൂവ്ഡ് ടു ഈക്വൽ പേ ഫോർ ടീച്ചേഴ്സ് ഇൻ 1952 ആൻഡ് ഫോർ മെൻ ആൻഡ് വിമൻ in civil service in 1954 thanks to activities like Edith Summerskill, a British feminist and physician. പലർക്കും അവർക്ക് അവകാശപ്പെട്ട വേതനം ലഭ്യമാവാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് ടീച്ചർമാർക്ക് 1952 കൂടിയിട്ട് അവർ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ തുല്യവേതനം അനുവദിക്കാൻ തുടങ്ങി. സിവിൽ സർവീസിലെ ആണിനും പെണ്ണിനും തുല്യവേതനം അനുവദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ വിമൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ഈക്വൽ പേ ആക്ട് ഓഫ് 1970 was passed by a Labour government with support from conservatives. It took effect in 1975. 1975 കൂടി ഇംഗ്ലണ്ടിൽ എല്ലാവർക്കും തുല്യവേതനം, ഒരു ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ വേതനം. ടീച്ചറാണെങ്കിൽ ആണായാലും പെണ്ണായാലും ഒരേ വേതനം, ഡോക്ടറാണെങ്കിൽ ആൺ ഡോക്ടറായാലും പെൺ ഡോക്ടറായാലും ഒരേ വേതനം. അതുവരെ സ്ത്രീകൾക്ക് പൈസ കുറവും പുരുഷന്മാർക്ക് കൂടുതലും കൊടുത്തിരുന്ന ഇംഗ്ലണ്ട് മാറി ചിന്തിക്കാനായിട്ട് ലേബർ ഗവൺമെൻറ് കാരണമായി തീർന്നു. വുമൻസ് പൊളിറ്റിക്കൽ റോൾ ഗ്രൂ ഇൻ 20th century after the first woman entered the house in 1990. The 1945 election, their number mounted to 24. The next great leap came in 1997 as 120 female MPs were returned. Women have since comprised around 20% of the Commons. The 2015 election saw a peak of 191 elected. ഓരോ കാലഘട്ടത്തിലും സ്ത്രീകളുടെ എണ്ണം, പാർലമെൻറ്റിലുള്ള എണ്ണം കൂടി വരികയാണ്. ആദ്യത്തെ ഒരു സ്ത്രീ 1919 പാർലമെൻറ്റിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം 45 ആയപ്പോഴേക്കും അത് 24 ആയി, 97 ആയപ്പോഴേക്കും അത് 120 മെമ്പേഴ്സായിട്ട് ഉയർന്നു ഫീമെയിൽസ്. കഴിഞ്ഞ ഇലക്ഷനിൽ 2015 നടന്ന, നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, തെരേസ മേ ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ബ്രെക്സിറ്റ് എന്ന് പറയുന്ന കരാറിൻ്റെ പേരിലാണ്, ജനഹിത പരിശോധന നടത്തിയതിൻ്റെ പേരിലാണ് തെരേസ മേ പുറത്താകുന്നതും അതേ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ബോറിസ് ജോൺസൺ, നിങ്ങൾ ടി വിയിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഒരു 3 മാസം മുൻപ് വരെ ബോറിസ് ജോൺസൺ വെന്റിലേറ്ററിലായിരുന്നു. കോവിഡ് ബാധിതനായിട്ട് വെന്റിലേറ്ററിൽ കിടന്ന് ഏകദേശം ഒരു 4 ദിവസത്തോളം അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം ശക്തമായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ വീണ്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ ആണ്.
അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ കാലാവധി തികയ്ക്കാൻ പോവാണ് 2020-ൽ. പുതിയ ഇലക്ഷന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇലക്ഷൻ നീട്ടിവെച്ചിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, 2015 ഇലക്ഷൻ നടക്കുമ്പോൾ 191 ഇലക്റ്റഡ് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. മാർഗരറ്റ് താച്ചർ വാസ് യൂറോപ്സ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു 1979 മാർഗരറ്റ് താച്ചർ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ട് ബ്രിട്ടനിൽ സ്ഥാനമേറ്റു. ഷീ വാസ് ദി ഓൺലി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇൻ ദി 20th century ടു വിൻ 3 consecutive terms. അടുപ്പിച്ച് 3 വട്ടം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഒരേ ഒരു സ്ത്രീയാണ് മാർഗരറ്റ് താച്ചർ. അറ്റ് ദി ടൈം ഓഫ് ഹെർ റെസിഗ്നേഷൻ ഷീ വാസ് ബ്രിട്ടൻസ് ലോങ്കസ്റ്റ് കണ്ടിന്യൂസ്ലി സർവീസിംഗ് പ്രൈം മിനിസ്റ്റർ സിൻസ് 1827. 1827 ശേഷം ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ തവണ സേവനമനുഷ്ഠിച്ച പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാർഗരറ്റ് താച്ചർ അദ്ദേഹം റിസൈൻ ചെയ്യുമ്പോൾ ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. She accelerated the evolution of British economy from statism to liberalism and became, by personality as much as achievement, the most renowned British political leader since Winston Churchill. വിൻസ്റ്റൺ ചർച്ചിലിന് ശേഷം ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ഇത്രയും ജനപ്രീതി നേടിയെടുത്ത വേറൊരു പ്രൈം മിനിസ്റ്റർ ബ്രിട്ടന് ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അത്രമേൽ മാർഗരറ്റ് താച്ചർ ഇന്ന് കാണുന്ന ബ്രിട്ടൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാവുന്ന രീതിയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി പല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്താണെന്നുള്ളതാണ്. കോമൺവെൽത്ത് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കോമൺവെൽത്ത് ബ്രിട്ടൻ്റെ കീഴിൽ നിൽക്കുന്ന ഇൻഡിപെൻഡൻറ്റ് പ്രവിശ്യകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയും. അത് ബ്രിട്ടൻ്റെ ഉന്നമനത്തിന് വേണ്ടി ബ്രിട്ടൻ തയ്യാറാക്കിയതാണ്. കാരണം യുദ്ധം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനത്തിൽ കോളനികളെ കൂടെ നിർത്താൻ വേണ്ടി ബ്രിട്ടൻ കണ്ടെത്തിയ മാർഗമാണ്. പക്ഷെ 1950 കൂടി നാഷണലിസം വളർന്നു വന്നതിൻ്റെയും സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചതിൻ്റെയും ഭാഗമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്ര പദവിയിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. കോളനൈസേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അവസാനിച്ചു. ഡീകോളനൈസേഷൻ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് പലർക്കും സ്വതന്ത്ര പദവി കിട്ടിയപ്പോൾ ആ രാജ്യങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കാതെ ഈ പറയുന്ന കൂട്ടായ്മയുടെ കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് തീരുമാനിച്ചു. 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയും പാകിസ്ഥാനും ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് ഇതിനകത്തേക്ക് കടന്നു വന്നു. ബ്രിട്ടൻ്റെ കോളനികളായിരുന്ന പല രാജ്യങ്ങളും ഇതിൽ അംഗത്വം എടുക്കുകയും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക. ഓരോ വർഷവും നാഷണൽ ലെവൽ കോൺഫറൻസ് നടത്തുകയും നാഷണൽ ഗെയിംസുകൾ സംഘടിപ്പിക്കുകയും നാഷണൽ ഗെയിംസ് അല്ല കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് കോമൺവെൽത്ത് നേഷൻസ് അല്ലെങ്കിൽ കോമൺവെൽത്ത് എന്ന് വിളിക്കുന്ന ഈ സംഘടന. ഇതിൻ്റെ വാർഷിക സമ്മേളനം ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കും. അതിനുശേഷം അടുത്ത രാജ്യം ഏതാണെന്ന് അവർ ആ മീറ്റിങ്ങിൽ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുക. ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇക്കണോമിക്കൽ ആൻഡ് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമായിട്ട് വരുമ്പോൾ ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ് ഇതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ ആൻഡ് സൊസൈറ്റിയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തൊഴിലാളികൾക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരതിനെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ കടക്കാനായിട്ട് തുടങ്ങി. അവരുടെ ലൈഫ് സ്റ്റൈല് ലക്ഷൂറിയസ് ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. അവർ എൻ്റർടൈൻമെൻറ്റിനും ലെഷർ എൻജോയ്മെൻറ്റിനും വേണ്ടിയിട്ട് മാത്രം കൂടുതൽ സമയം ജീവിതത്തിൽ മാറ്റിവെക്കാനായിട്ട് തുടങ്ങി. ഇത്തരം മാറ്റിവെക്കലുകളാണ് മാറി ചിന്തിക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത്. വെൽഫെയർ എന്നുള്ള ആശയത്തിൽ നിന്ന് അല്പം ഒന്ന് വ്യതിചലിച്ച് അല്പം കൂടി ലിബറലിസ്റ്റ് ചിന്താഗതിയിലേക്ക് കടക്കാനും പ്രൈവറ്റ് എൻ്റർപ്രൈസിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനത്തിന് പ്രധാന കാരണക്കാരി മാർഗരറ്റ് താച്ചറാണ്. കാരണം 1970 വളരെ വലിയൊരു ക്രൈസിസ് ഇംഗ്ലണ്ട് നേരിടാനായിട്ട് തുടങ്ങി. കാരണം ആരും ഫിനാൻസ് ഇറക്കാനായിട്ട് ക്യാപിറ്റൽ ഇറക്കാനായിട്ട് തയ്യാറാവുന്നില്ല.
ആ പ്രതിസന്ധി മറികടക്കാനാണ് അല്പം കൂടി ലിബറലൈസ്ഡ് ആയതും കൂടുതൽ മുതലാളിമാർക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന രീതിയിലേക്ക് ഇംഗ്ലണ്ടിൻ്റെ ഇക്കോണമിക്കൽ ആസ്പെക്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് വളരെ വേഗത്തിൽ വികസിക്കുകയും സ്ത്രീകളുടെ പ്രാധാന്യം ഇംഗ്ലണ്ടിൽ കൂടി വരാനായിട്ട് തുടങ്ങുകയും കാലക്രമത്തിൽ 191 മെമ്പേഴ്സിൻ്റെ എണ്ണത്തിലേക്ക് വരെ ഇംഗ്ലണ്ടിൽ ഹൗസ് ഓഫ് കോമൺസ് വളർന്നു വരാനായിട്ട് കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെ മാർഗരറ്റ് താച്ചർ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറാനായിട്ട് കാരണമായി തീർന്നു അദ്ദേഹത്തിൻ്റെ സേവനം കൊണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, ഒപ്പം തന്നെ നന്നായിട്ട് പഠിക്കുക. പുതിയൊരു മൊഡ്യൂളിലേക്ക് നമ്മൾ കടന്നു. ആ മൊഡ്യൂള് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ആസ്പെക്റ്റുകൾ തിരിച്ചറിഞ്ഞ് അതിനോടൊപ്പം ചേർന്ന് പോവുക. ഒപ്പം കൊറോണയ്ക്കെതിരെ ജാഗ്രതയോട് കൂടി ഇരിക്കുക. പേടിയല്ല, ജാഗ്രതയാണ് നമുക്ക് ഈ അവസരത്തിൽ വേണ്ടത് എന്ന് മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്.